സാധനങ്ങൾ: ചിക്കൻ, തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, വേപ്പില, പെരിഞ്ചീരകം, ഏലക്ക, കറുകപ്പട്ട, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കാനുള്ള മസാല പേസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വേപ്പിലയും ഉണക്കമുളകും ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും പിന്നെ എല്ലാ സ്പൈസസും കൂടി ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ ആകുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിടുക. നല്ലൊരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം മുളക് നല്ലൊരു ബ്രൗൺ ആവും. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുമ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളവും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കനും തക്കാളിയും ചേർത്ത് മൂടി വെച്ച് ചിക്കനെ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കറി ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി വെന്ത് ഗ്രേവി നല്ല തിക്കായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും.